സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ആദ്യമായി നടന്ന ബൊൻ നത്താലെ എന്ന സാംസ്കാരിക പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തന്നെ നാം കണ്ടത്. ഈ നഗരിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശമാണ് ബൊൻ നത്താലിയിൽ നാം കേട്ടത്. ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ മാലാഖമാർ ഇപ്രകാരം പാടുന്നുണ്ട്: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിൻ്റെ പൗരാവലി നിർദ്ദേശിച്ചു എല്ലാ വർഷവും ഡിസംബർ 27-ന് ബൊൻ നത്താലെ നടത്തണമെന്ന്. സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ പല സാംസ്കാരിക പരിപാടികളുണ്ട്. അക്കാഡമികൾ, സാംസ്കാരിക ആഘോഷങ്ങൾ, പൂരം, പുലിക്കളി, ഓണം തുടങ്ങിയ ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങളെ പോലെ തന്നെ സാംസ്കാരിക നഗരിയുടെ പ്രത്യേകതയായി ബൊൻ നത്താലെ മാറിയിരിക്കുന്നു. ഒരു പ്രത്യേകതയുണ്ട്. സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ സാംസ്കാരിക പരിപാടി പാവപ്പെട്ടവർക്ക് സഹായം നൽകുന്ന പരിപാടി കൂടിയാണ്. സാന്റാക്ലോസിനെ കുറിച്ച്, ക്രിസ്മസ് പപ്പമാരെ കുറിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുണ്ട്. സെന്റ് നിക്കോളാസ് ആണ് സാന്റാക്ലോസ് എന്ന് പറയുന്നു. ഏതായാലും ക്രിസ്മസ് രാത്രിയിൽ സാന്റാക്ലോസ് ചുവന്ന വേഷവിധാനത്തോടെ പുറകിൽ നല്ല ഒരു സമ്മാന പൊതികളുടെ ഭാണ്ഡവുമായി വന്ന് നല്ല കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു എന്നതാണ് ഐതിഹ്യം. ഈ അവസരത്തിൽ സാന്റാക്ലോസിന്റെ ചൈതന്യത്തിൽ ബൊൻ നത്താലെയിൽ കൂടി ഇതാ സമൂഹത്തിൽ വേദനിക്കുന്നവർക്ക് സഹായങ്ങൾ, സമ്മാനങ്ങൾ നാം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഡിസംബർ 1 മുതൽ തൃശ്ശൂരിലെ എല്ലാ ജനതകളോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, മത വ്യത്യാസം കൂടാതെ എല്ലാവരോടും ഈ സൗഹാർദ്ദത്തിൻ്റെ, സഹായത്തിൻ്റെ സന്ദേശം പകരാൻ, പാവപ്പെട്ടവരുമായി തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കാൻ ഞാനും ആഹ്വാനം ചെയ്യുകയാണ്. ഡിസംബർ 1 മുതൽ തന്നെ ബൊൻ നത്താലെയുടെ തീം സോങ്ങിനോട് ചേർന്ന് നമുക്ക് ഈ ആഘോഷ പരിപാടികൾ ആരംഭിക്കാം. പള്ളികളുടെ, സംഘടനകളുടെ, ക്ലബ്ബുകളുടെ, സ്കൂളുകളുടെ, സ്ഥാപനങ്ങളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ സമ്മാനപ്പൊതികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ക്രിസ്മസ് ദിനങ്ങളിൽ പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ക്രിസ്മസ് പപ്പമാരുടെ വേഷത്തിൽ തന്നെ വന്ന് നൃത്ത ആവിഷ്കരണത്തോടെ വീടുകളിൽ ചെന്ന് പാവപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കാൻ സാധിച്ചാൽ, സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ പള്ളികളുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സ്ഥലത്ത് ഒരുമിപ്പിച്ചുകൂടി ഒരു ക്രിസ്മസ് പപ്പമാരുടെ, മാലാഖമാരുടെ നൃത്ത ആവിഷ്കരണമുണ്ടായി അതിൻ്റെ ഇടയിൽ പാവപ്പെട്ടവർക്കും മറ്റെല്ലാ മനുഷ്യർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചാൽ അത് വളരെ ആകർഷകമായിരിക്കും. 2013 തന്നെ പല പള്ളികളും സ്ഥാപനങ്ങളും ഈ കാര്യത്തിൽ നേതൃത്വം കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ വർഷം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അതൊരു ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിക്കണം. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. സ്കൂളുകളുടെയും പള്ളികളുടെയും ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ സാധിക്കുന്നത്ര എല്ലാവരെയും ഒരു 25,000 പേരെങ്കിലും ക്രിസ്മസ് പപ്പമാരായിട്ടുണ്ടാകണം. 4,000-ഓളം പേര് നമുക്ക് മാലാഖമാരുടെ, കുട്ടികളുടെ മാലാഖമാരുടെ രൂപത്തിൽ വരിക. 18 or 20 പ്ലോട്ടുകൾ ഉണ്ടാകുക. കഴിഞ്ഞ വർഷത്തെ ദൃശ്യ ആവിഷ്കരണം നിങ്ങൾ കണ്ടതാണ്, അതിമനോഹരമായിരുന്നു. അതിനേക്കാൾ വിപുലമായ രീതിയിൽ നടത്താനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ തൃശ്ശൂരിലേക്ക് ആകർഷിതമായി വരണം. 5 ലക്ഷം പേരെങ്കിലും വരുമെന്നതാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഘോഷം സാംസ്കാരിക നഗരിയുടെ മുഖച്ഛായ തന്നെ മാറ്റും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വലിയ ഒരുക്കം തന്നെ തൃശ്ശൂർ പൗരാവലി ഇതിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 27 DBCLCയിൽ കൂടിയ പൗരാവലിയുടെ യോഗത്തിൽ മതവ്യത്യാസം കൂടാതെ, കക്ഷി രാഷ്ട്രീയ ഭേദം കൂടാതെ തന്നെ വലിയ ഒരു ആവേശമുള്ള ഒരു പൗരാവലി ഓടിക്കൂടിയത്
സന്തോഷദായകമാണ്. പ്രത്യേകിച്ച് കല്യാൺ ജ്വല്ലേഴ്സ് തന്നെ ഇതിന്റെ മെയിൻ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നു. അന്ന് തന്നെ പലരും സ്പോൺസർഷിപ്പിന് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശക്തമായ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിന് ഒരുങ്ങാം. നേതൃത്വം കൊടുക്കാൻ പള്ളികളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും സ്കൂളുകളിലുമൊക്കെ പ്രത്യേകം കൺവീനേഴ്സിനെ നിശ്ചയിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു ബൃഹത്തായ കമ്മിറ്റി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മതാധ്യക്ഷന്മാർ അതിൻ്റെ പേട്രൺസായും സമൂഹത്തിലെ പ്രത്യേകിച്ച് ജനപ്രതിനിധികളും സ്പോൺസേഴ്സ് ആകാൻ സാധിക്കുന്നവരും അതിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സായും നല്ലൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുപോലെ എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സംഘടനകളിലും ഇതുപോലെ കമ്മിറ്റി ഉണ്ടാകുന്നത് നല്ലതാണ്. 2014 ബൊൻ നത്താലയുടെ പ്രത്യേകതകൾ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വർഷം നോഹായുടെ പെട്ടകത്തിന്റെ മാതൃകയിൽ 200 അടി നീളമുള്ള ഒരു വലിയ നോഹസ് ആർക്കിൽ 130 സ്റ്റാളുകളോടെ വലിയ എക്സിബിഷൻ നടക്കുന്നു. അതില് ബൊൻ നത്താലെ കമ്മിറ്റിയുടെ എക്സിബിഷൻ സ്റ്റാളുകളും ഉണ്ടായിരിക്കും. ക്രിസ്മസ് ക്രിബിന്റെ മത്സരം നടക്കുന്നുണ്ട്. മത്സര വിജയികൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നു. ഈ ബൊൻ നത്താലെ റാലിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പപ്പമാരുടെ മാലാഖമാരുടെ പ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനോഹരമായിട്ട് സ്വരാജ് റൗണ്ട് ചുറ്റി ശക്തൻ തമ്പുരാൻ നഗറിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. അത് കഴിയുമ്പോൾ പൊതുസമ്മേളനവും കലാപരിപാടികളും ഉണ്ടായിരിക്കും. കാറ്റഗിസം ക്ലാസുകളുടെ അടിസ്ഥാനത്തിലും സംഘടനകളുടെ പള്ളികളുടെ നേതൃത്വത്തിലും ഇതിന്റെ പരിപാടികൾ ഇടവക അടിസ്ഥാനത്തിൽ സംഘടന അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ബൊൻ നത്താല പരിപാടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന് സന്മനസ്സുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നതോടൊപ്പം പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കുകയാണ്. സാന്റാക്ലോസിന്റെ പ്രത്യേകത തന്റെ ഭാണ്ഡത്തിൽ നിന്ന് സമ്മാനങ്ങൾ നല്ലവർക്ക് കൊടുക്കുന്നത് പോലെ ബൊൻ നത്താലിയിൽ നമ്മൾ സമ്മാനങ്ങൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ പൊതുയോഗത്തിൽ വെച്ച് ഇപ്രകാരം പ്രഖ്യാപിച്ചു. 2013 65 ലക്ഷം രൂപയുടെ സഹായ പദ്ധതികളാണ് നടപ്പിലാക്കിയതെങ്കിൽ 2014 അത് 1 കോടി രൂപയെങ്കിലും ആകണമെന്ന്. പക്ഷേ വലിയ സന്തോഷത്തോടെ പറയട്ടെ, ഇത് 5 കോടി രൂപയുടെ സഹായത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒത്തിരി പേര് ഇതിന് നേതൃത്വം കൊടുക്കാനും സഹായിക്കാനും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യജനകമായ കാര്യം തന്നെ. 10 പേർക്കെങ്കിലും 5 ലക്ഷം രൂപയുടെ വീടുകൾ കൊടുക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. അപ്പോൾ ബന്ധപ്പെട്ട സാന്ത്വനത്തിന്റെ ഡയറക്ടറച്ചൻ പറഞ്ഞു, നമുക്ക് സ്ഥലമില്ലല്ലോ. FCC പ്രൊവിൻഷ്യൽ താമസിയാതെ പറഞ്ഞു, 3 കോടി രൂപ വിലയുള്ള തങ്ങളുടെ കോൺഗ്രിഗേഷന്റെ സ്ഥലം, 1 ഏക്കർ ഏകദേശം 25 സെന്റ് ആധാരപ്രകാരമുള്ള സ്ഥലം ഈ നിയോഗാർത്ഥം തരാമെന്ന്. അവിടെ ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റുകളിൽ പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ചിന്തയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബൊൻ നത്താലിയുടെ അവസരത്തിൽ 25 പേർക്കെങ്കിലും 1 ലക്ഷം രൂപ വെച്ച് ഹാർട്ട് ഓപ്പറേഷന് സഹായിക്കണമെന്നും 25 പാവപ്പെട്ട പെൺകുട്ടികളെങ്കിലും 1 ലക്ഷം വീതം വിവാഹ സഹായം നൽകണമെന്നും പഠന സഹായത്തിന് 4000 രൂപ വെച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് 100 പേർക്കെങ്കിലും കൊടുക്കണമെന്നും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 1000 രൂപ വെച്ച് 12 മാസം അങ്ങനെ 5 വർഷത്തേക്ക് 60,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായി. ഈ ബൊൻ നത്താലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അഭയം എന്ന ആ സാമൂഹ്യ സംഘടനയുടെ നേതൃത്വത്തിൽ, അതിരൂപതയുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എല്ലാ പഞ്ചായത്തുകളിലും ഇടകളിലെയും ആരംഭിക്കാനായിട്ടുള്ള നിർദ്ദേശവും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭവും ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബൊൻ നത്താലെ, മെറി ക്രിസ്മസ്, അത് പാവപ്പെട്ടവർക്ക് സാന്ത്വനമേകുന്ന മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു അവസരമാണ്. നിങ്ങളെല്ലാവരെയും ഈ പാവപ്പെട്ടവർക്ക് സഹായം നൽകുന്ന പദ്ധതിയിൽ പങ്കുചേരാൻ സാധിക്കുന്നത് പോലെ സഹായിക്കാൻ, അതിനുവേണ്ടിയുള്ള അതിരൂപത കാര്യാലയത്തിലുള്ള കേന്ദ്ര ഓഫീസിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നൽകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല,
ഈ ബൊന്നത്താലെ പരിപാടികൾക്ക് നിങ്ങളുടേതായ സ്പോൺസർഷിപ്പ്, അത് ചെറുതും വലുതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടേതായിട്ടുള്ള സ്പോൺസർഷിപ്പ് അത് എത്രയും വേഗം അറിയിക്കാനും അത് നൽകാനും അഭ്യർത്ഥിക്കുന്നു. ഈ വിവരം പൊതുജനത്തെ അറിയിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഈ വലിയ സന്തോഷത്തിന്റെ സന്ദേശം അറിയിക്കാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് 2014 തുടർന്നുള്ള വർഷങ്ങളിലെ ബൊന്നത്താലെ വൻ വിജയമാക്കാം. ഇത് സാംസ്കാരിക നഗരിയുടെ സാംസ്കാരിക തനിമയാണ്. ഇത് സർവജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ഇത് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കുള്ള, പാവപ്പെട്ടവർക്കുള്ള സഹായത്തിന്റെ പങ്കുവെക്കലാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ഇതിൽ പങ്കുചേരാം. എല്ലാ മതത്തിലും പെട്ടവർ, എല്ലാ ജാതിയിലും പെട്ടവർ, എല്ലാ കക്ഷി രാഷ്ട്രീയത്തിലും പെട്ടവർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സാംസ്കാരിക നഗരിയുടെ സാംസ്കാരിക തനിമ നിങ്ങൾക്ക് ഏവർക്കും ബൊന്നത്താലെ ഞാൻ ആശംസിക്കുന്നു. ബൊന്നത്താലെ, മെറി ക്രിസ്മസ്. അത് വലിയ സന്തോഷത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ സദ്വാർത്തയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.